ഇന്ന് നല്ല മഴയാണ്. ഇന്നലെ വെയിലായിരുന്നു. അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. എവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ട് കമൻറ്റിൽ അറിയിക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു കയ്പ്പൊക്കെ വെച്ചിട്ട് 3 തരം കറികളാണ് ഉണ്ടാക്കുന്നത്. കാണിച്ചു തരാം. ആദ്യം നമ്മളിതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തു. ആദ്യം കയ്പ്പൊക്കെ നന്നായി കഴുകിയെടുക്കുക. വീണ്ടും കഴുകുക കേട്ടോ. കട്ട് ചെയ്തത് കഴുകിയിട്ട് വെള്ളമിറ്റാൻ മാറ്റി വെച്ചു. നമ്മൾ മാക്സിമം കട്ട് കുറച്ച് അരിഞ്ഞെടുക്കുക. ഇനി ബാക്കിയുള്ള പകുതി പീസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുക. ചെറുതാക്കിയിട്ട് ഉള്ളത്തതൊക്കെ കളഞ്ഞിട്ട് അതും കട്ട് ചെയ്തെടുത്തു. ഇനി ഇതൊന്നും നമുക്ക് കഴുകിയെടുത്ത് വെള്ളം ഇറ്റാൻ വെക്കാം. കയ്പ്പൊക്കെ കയ്പ്പില്ലാതെ എങ്ങനെ ഉപ്പേരി വെക്കാം കേട്ടോ, അല്ലെ തോരൻ വെക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനാണ്. അതിനായിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരിയാണ്. പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തു. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളൊരു എരിവുള്ള മുളകും ചേർക്കുന്നുണ്ട്. കാശ്മീരി ചേർത്തുകൊണ്ട് എരിവ് ഉണ്ടാവില്ല. എരിവ് ആവശ്യമുള്ളവർ വീണ്ടും മുളക് ചേർത്ത് കൊടുക്കുക. അത് നല്ലോണം ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമുക്ക് അരിഞ്ഞ് വെച്ചതിലേക്ക് ഒരു വലിയ ഉള്ളി ഉണ്ടല്ലോ, സവോള മുറിച്ചിട്ടിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് അരിഞ്ഞ് ചേർത്തതിന് ശേഷം എരിവിനാവശ്യമായ പച്ചമുളകും മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഒരു മുളകേ ഞാൻ ഇട്ടിട്ടുള്ളൂ. നമ്മളൊരു മൺചട്ടിയിലേക്ക് ഇത് രണ്ടും മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്തു അതിലേക്ക് ചട്ടി വെച്ച് നമുക്ക് മുറിച്ച് വെച്ച കയ്പ്പക്കയുടെ ഇലയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുടഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നല്ലോണം തിള വരുന്നുണ്ട്, അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടുമല്ലോ കയ്പ്പക്ക. പെട്ടെന്ന് വേകുമല്ലോ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്ക് കേട്ടോ. കയ്പ്പക്ക കയ്പ്പില്ലാതെ കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടാവും. കയ്പ്പക്ക കൂട്ടാത്തവരും കൂട്ടും, അത്രക്കും ഗംഭീരാവും. കയ്പ്പൊക്കെ കയ്പ്പുള്ളതുകൊണ്ടാണല്ലോ കൂട്ടാത്തത്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്യാത്തവർ, ഇഷ്ടമുള്ളവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മളിതുപോലെ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ കൂടുതലിട്ടിട്ട് നമ്മൾ പപ്പടമൊക്കെ കാച്ചും പോലെ അതുപോലെയും ചെയ്യാം കേട്ടോ. പക്ഷെ ആകുമ്പോൾ ഒത്തിരി വെളിച്ചെണ്ണ പോയി പോവില്ലേ. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ അധികം കുടിക്കുകയില്ല. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് മുഴുവനായിട്ട് മൊരിയിച്ചെടുക്കാം. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊണ്ടാട്ടമായിട്ട് നമുക്ക് ഇത് കഴിക്കാം. ഈ ഒരു മാറ്റിയത് ഞാൻ സാധാരണ കൊണ്ടാട്ടം ഉണ്ടാക്കൂലേ നമ്മളെ കയ്പ്പക്ക കൊണ്ട്, അതുപോലെ ചെയ്യും. ബാക്കിയുള്ളതിൽ നമുക്ക് സോസ് ആഡ് ചെയ്തിട്ട് ചെയ്തുതരാം. നമ്മൾ ബാക്കിയുള്ള ഇതുപോലെ മുരിഞ്ഞതിന് ശേഷം നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കയ്പ്പും കുറഞ്ഞ് കിട്ടും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.